രക്ഷകനെ നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു. എന്റെ പ്രിയന്റെ പ്രേമത്തെ ഓർക്കുമ്പോൾ എനിക്കാനന്ദം തിങ്ങുന്നു മാനസം. എൻ പ്രിയ രക്ഷകനെ നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. 104 സങ്കീർത്തനം 34 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ നാം എഴുന്നേറ്റ് വരുമ്പോൾ വലിയവനായ ദൈവത്തെ ധ്യാനിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നിദാനമാണ് എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കതിന് ആവശ്യമായ സമയം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടുന്നതായ ഒരു വസ്തുതയാണ്. പലർക്കും അതിന് സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി അല്ല വിദേശ രാജ്യങ്ങളിലുള്ളത്. മിക്ക വിദേശ രാജ്യങ്ങളിൽ എടുത്താൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരുന്നതായ സമയം വളരെ ചുരുക്കമാണെന്ന് കാണാൻ സാധിക്കും. കാരണം ജോലി തിരക്ക് തന്നെയാണ്. ഓരോ കുടുംബങ്ങളുടെയും കാര്യം എടുത്ത് നോക്കിയാൽ അവിടെയുള്ള കൊച്ചുകുട്ടികളും പ്രായമുള്ളവരും ഒഴികെ 16 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവരും ഏതെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വരുന്ന സമയം വളരെ ചുരുക്കമാണെന്നുള്ളത് സത്യാവസ്ഥയാണ്. രാവിലെ സമയത്ത് തന്നെ ജോലിക്കായിട്ട് എല്ലാവരും പോകുന്നു. പല ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്നവരുണ്ട്. വളരെ രാവിലെ തന്നെ ജോലിക്ക് കയറുന്നവർ, ഒരുപക്ഷെ രാത്രി വളരെ വൈകി ജോലി കഴിഞ്ഞെത്തുന്നവർ, അങ്ങനെ പല സമയങ്ങളിൽ ജോലിക്കായി പോകുന്നവരാണ് വിദേശ രാജ്യങ്ങളിലുള്ള മിക്ക ആളുകളും. ജോലിയുടെ മഹത്വം അറിയണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം. നമ്മുടെ നാട്ടിലാണ് യാതൊരു ജോലിയും ചെയ്യാതെ കഴിയുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുള്ളത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് വെറുതെ ഇരിക്കുവാൻ സാധ്യമല്ല, ജോലി ചെയ്തേ മതിയാകെയുള്ളൂ. അതുകൊണ്ട് പല സമയങ്ങളിലായി ജോലിക്ക് പോകുന്ന ആളുകളുള്ളത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ ഈ ധ്യാനത്തിൻ്റെ സമയമെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ അത് ഒഴിവാക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവതരമായ ഒരു കാര്യമാണ്, അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? കർത്താവേ, എൻ്റെ ധ്യാനം അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്നാണ്. ഞാൻ വെറുതെ ധ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ധ്യാനം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദകരമായി ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? വാസ്തവത്തിൽ ധ്യാനം നടക്കുന്നത് വ്യക്തിപരമായ ജീവിതത്തിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ് ധ്യാനം നടക്കേണ്ടുന്നത്. നാം ധ്യാനിക്കുമ്പോൾ വലിയവനായ ദൈവത്തെ കാണുവാൻ നമ്മുടെ ഹൃദയക്കണ്ണുകൾ തുറന്നു കിട്ടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വലിയവനായ ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ധ്യാനം ആരംഭിക്കുകയാണ്. അതിനായി നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കേണ്ടതായിട്ടുണ്ട്. വലിയവനായ ദൈവത്തെ നാം കാണുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ നാം കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ മാഹാത്മ്യം നാം തിരിച്ചറിയുന്നു. അങ്ങനെ കർത്താവിനെ നാം കാണുമ്പോൾ നാം ധ്യാനിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാഹാത്മ്യത കാണുമ്പോൾ നാം ദൈവത്തെ ധ്യാനിക്കുന്നു. അനേക ആത്മീയ ഗാനങ്ങളുടെ രചയിതാവായിരുന്നു PV തൊമ്മി എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം കുന്നംകുളം സ്വദേശിയായിരുന്നു. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം എഴുതിയ അനുഗ്രഹകരമായ ഒരു ഗാനമാണ് എൻ പ്രിയ രക്ഷകനെ നിന്നെ കാണുവാൻ വാഞ്ചയാൽ കാത്തിടുന്നു എന്നുള്ളതായ ഗാനം. അദ്ദേഹം കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 106 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു നൂറ്റാണ്ടിന് മുൻപ് അദ്ദേഹം രചിച്ചതായ ഈ ഗാനത്തിലെ വരികളൊക്കെ എത്രമാത്രം അർത്ഥസമ്പുഷ്ടമായ വരികളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തെയാണ് വാസ്തവത്തിൽ ഈ ഗാനത്തിലെ ഓരോ വരികളിലൂടെയും വെളിവാക്കുന്നത്. അദ്ദേഹം എഴുതിയതായ ഈ ഗാനത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാൻസയുണ്ട്: ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ
മനോഹരം എങ്ങനെ വർണ്ണിച്ചിടാം എന്ന് തുടങ്ങുന്നതായ വരികൾ. അതിങ്ങനെയാണ്: ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ മനോഹരം എങ്ങനെ വർണ്ണിച്ചിടാം, വെണ്മയോടു ചുവപ്പും കലർന്നുള്ളോൻ ലക്ഷങ്ങളിലുത്തമൻ, നീ മഹാസുന്ദരൻ ആഗ്രഹിക്കത്തക്കോൻ, നീ മതിയെ എനിക്കെന്നേക്കും നിശ്ചയം, എൻ പ്രിയ രക്ഷകനേ നിന്നെ കാൺമാൻ വാഞ്ചയാൽ കാത്തിടുന്നു. അദ്ദേഹം പറയുകയാണ്, കർത്താവേ, ഞാൻ അവിടുത്തെ ധ്യാനിക്കുമ്പോൾ എനിക്കെങ്ങനെ ആ മനോഹാരിത വർണ്ണിക്കുവാൻ കഴിയും? യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, വെണ്മയോട് ചുവപ്പും കലർന്നുള്ള ലക്ഷങ്ങളിൽ ഉത്തമനായിട്ടുള്ള മഹാസുന്ദരനായ അത്രമാത്രം തേജസ്സേറിയ കർത്താവിനെ ധ്യാനിക്കുമ്പോഴാണ് ആ മനോഹാരിത മനസ്സിലാക്കുവാനും അറിയുവാനും സാധിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാകേണ്ടുന്നത്. ധ്യാനത്തിനായി നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു ചെറിയ ശബ്ദം പോലും നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുപോകുവാൻ ഇടയാകാതെ വണ്ണം അത്രമാത്രം നിശബ്ദമായ ഒരു സാഹചര്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളത്. 119 സങ്കീർത്തനം 147 വാക്യത്തിലാണ് നാം അത് കാണുന്നത്. ഉദയത്തിന് മുൻപേ എഴുന്നേൽക്കുവാൻ, നിശബ്ദമായ ഒരു സമയത്ത് എഴുന്നേറ്റ് ഹൃദയത്തെ ഏകാഗ്രമാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വന്ന് ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കുന്നതായ ഒരവസരം നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് വാസ്തവത്തിൽ കർത്താവിൻ്റെ മനോഹാരിത കാണുവാൻ, ദൈവദാസനായ PV തൊമ്മി അവർകൾ എഴുതിയതുപോലെ അവിടുത്തെ മനോഹാരിത കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? വാസ്തവത്തിൽ നമ്മുടെ ആരാധനാ യോഗങ്ങളിലും നാം ഇത് തന്നെയാണ് ചെയ്യേണ്ടുന്നത്. സഭാവിഭാഗ വ്യത്യാസങ്ങളില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം ഹൃദയത്തെ ഏകാഗ്രമാക്കിയിട്ട് കർത്താവിൻ്റെ മനോഹാരിത കാണുവാനായി ഹൃദയത്തെ ഒരുക്കണം. മറ്റ് ശബ്ദങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയെ അവിടേക്കോ ഇവിടേക്കോ തിരിച്ചുകൊണ്ട് പോകാതെ ഏകാഗ്രമാക്കി കർത്താവിൻ്റെ മനോഹാരിത കാണുവാനുള്ള കൃത്യമായ ഒരവസരം നമുക്ക് ലഭിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കുന്നത്. കാരണം ധ്യാനം എന്ന് പറയുന്നത് ആരാധനയുടെ അവിഭാജ്യമായ ഒരു ഭാഗമാണല്ലോ. 39 സങ്കീർത്തനം 3 വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്നാണ്. നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തുവാനിടയാകണമെങ്കിൽ കർത്താവിനെ കാണുവാൻ നമ്മുടെ ഹൃദയക്കണ്ണുകൾ തുറക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ മനോഹാരിത കാണുവാൻ നമുക്ക് സാധിക്കണം. ഏകാഗ്രഹൃദയത്തോടെ കർത്താവിനെ ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നത്. അവിടെ എൻ്റെ ധ്യാനത്തിങ്കൽ ഞാനും കർത്താവും മാത്രമേ ഉള്ളൂ, മറ്റാരും അവിടെ ഇല്ല. ഇന്ന് രാവിലെ ഈ ഒരു ധ്യാനത്തിനായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ധ്യാനം കർത്താവിന് പ്രസാദകരമായിരിക്കും. ഈ ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നാം ദൈവമക്കളായി തീരേണ്ടതായിട്ടുണ്ട്. ആരാണ് ദൈവമക്കൾ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന, അങ്ങനെ സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല, ഇതുവരെയും താങ്കൾക്കതിന് സാധിച്ചിട്ടില്ല എങ്കിൽ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന് ഇന്ന് രാവിലെ ദൈവത്തെ ധ്യാനിക്കുവാൻ താങ്കൾക്കിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ
അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വന്ന് അങ്ങേ ധ്യാനിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏകാഗ്രമായ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. പലപ്പോഴും ഞങ്ങൾ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. എന്നാൽ ഇന്ന് രാവിലെ കർത്താവെ, മറ്റൊന്നിലേക്കും ഞങ്ങളുടെ ശ്രദ്ധ പോകാതെ അവിടുത്തെ മാത്രം ധ്യാനിക്കുവാൻ ഞങ്ങൾ ഹൃദയത്തെ ഏകാഗ്രമാക്കി നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ഇതുവരെയും അവിടുത്തെ രക്ഷയെ കണ്ടെത്തിയിട്ടില്ലാത്ത ആരെങ്കിലും ഈ വാക്കുകളെ ശ്രവിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം അവിടുത്തെ രക്ഷയെ കണ്ടെത്തുവാൻ, യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ അവരെ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. വെണ്മയോടും ചുവപ്പും കലർന്നുള്ള ലക്ഷങ്ങളിലുത്തമൻ, നീ മഹാസുന്ദരൻ, ആഗ്രഹിക്കത്തക്കോ നീ മതിയേക്കും നിശ്ചയം. എൻ പ്രിയ രക്ഷകനെ, നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു.